ഇതിൻ്റെ ഈ ഒരു ചെറിയ ഹിസ്റ്ററിയിലേക്ക് വരാം. ഇത് എങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഹൈഡ്രജൻ കണ്ടുപിടിച്ച കഥകളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ. അപ്പോൾ ആൾക്കാരുടെ വലിയ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു സംഭവം മെഡിക്കൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? 1766 ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്നത് തന്നെ. എഡ്വിൻ കാവൻഡിഷ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിക്കുന്നത്. 1970 ടെക്സാസിലുള്ള ബെയ്ലർ യൂണിവേഴ്സിറ്റി ഇതിനൊരു മെഡിക്കൽ ഗ്യാസായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അന്നൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ മെഡിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് അധികം ഒന്നും നമുക്ക് അന്നത്തെ സയൻറ്റിഫിക് ജേർണലിലൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 1970 കാര്യമാണ് പറയുന്നത്. 2007 ജപ്പാനിലുള്ള ഷീഗോ ഓത്ത എന്ന് പറയുന്നൊരു ഫിസിയോളജിസ്റ്റ് തൻ്റെ സ്വന്തം ലാബിൽ നടത്തിയൊരു പഠനത്തിൻ്റെ റിപ്പോർട്ട് എന്നോണം ഒരു സയൻറ്റിഫിക് ജേർണലിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള റീസേർച്ച് തുടങ്ങിയതും.